കഴിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് അവസ്ഥ ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഇതെങ്ങനെയാ കഴിക്കുക? ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഫ്രൂട്ടിൻ്റെ ഹാർവെസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നടന്നോ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള ഞങ്ങളുടെ ഫാമിലുള്ള ഒരു ചെടിയാണ്. എൻ്റെ പേര് സ്വീറ്റ് സാൻഡോൾ എന്നാണ്. ഇന്ന് ആദ്യമായിട്ട് കായ്ച്ച് എന്താണ് പഴുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചെടിയുടെ പേര് സ്വീറ്റ് സാൻഡോൾ ആണ്. ഇത് നട്ടിട്ട് ഒരു 1.5 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഒരെണ്ണം ഞങ്ങൾ ഫാമിലി രാവിലെ എണീറ്റിട്ട് വന്ന് നോക്കുമ്പോൾ ഒരെണ്ണം അയച്ചിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഉണ്ടായിട്ടുണ്ട്. ഇത് കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് കഴിച്ചു നോക്കാം. പൊട്ടിക്കണം. ഒന്നും കൂടി ഉണ്ട്. ഇത് കുറച്ച് പച്ചയാണ് തോന്നുന്നുണ്ട്. ഇത് പഴുത്ത് വീണതാണ്. ഇത് കുറച്ച് പച്ചയായിരുന്നു, അത് പൊട്ടിച്ചാണ്. അപ്പോൾ നമുക്കിത് പൊടിച്ച് നോക്കാം. കഴിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് അവസ്ഥ ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ പൊട്ടിക്കാന്നല്ലേ പറഞ്ഞത്? ഇതെങ്ങനെയാ കഴിക്കുക? ഇത് ഞാൻ പല്ലിച്ചിട്ടില്ല. എന്ത് മറ്റേതുപോലെ ഉണ്ട്. എന്തായിരുന്നു റംബൂട്ടാൻ ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് മറ്റേ ഇതിന്റെ ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ കൊക്കപ്പഴല്ലേ അതിന്റെ പോലെ. എനിക്ക് മറ്റേ ഓറഞ്ചിന്റെ ടേസ്റ്റ്. എനിക്ക് മാംഗോസ്റ്റിന്റെ പോലെ ഇത് മൊത്തം വായിലിട്ടണോ? കഴിക്കേ. ഇത് കളയട്ടെ എന്നാ. അതിലൊരു സീഡുള്ളൂ. സിംഗിൾ സീഡാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും കഴിക്കാനുള്ളത് അല്ലേ? അത് കഴിക്കാനുള്ള ഏതാ തൊലി ഏതാ മനസ്സിലാവണ്ടേ? ബബ്ലൂസ് നാരയുടെ സ്മെല്ലുണ്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇതിന്റെ ടേസ്റ്റ് വന്നിട്ട് പലർക്കും പല രീതിയിലാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് റംബൂട്ടാനും അതുപോലെ കൊക്കപ്പഴമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റ് പോലെ തോന്നുന്നുണ്ട്. പക്ഷെ അത്രയ്ക്ക് സ്വീറ്റ് അല്ല, കുറച്ച് ലൈറ്റ് ആയിട്ടാണ് സ്വീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്രൂട്ട് ആരെങ്കിലും വീട്ടിലേക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.